വെൽക്കം ടു ഡെയിലി സ്പൈസ്. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇതൊരു മധുര പലഹാരമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതിന് വെറും നേന്ത്രപ്പഴം മാത്രം ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡെലീഷ്യസ് ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം മാത്രമാണ്. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പൊരിച്ചത് റെഡിയാക്കി കിട്ടും. അതിനായിട്ട് ഞാൻ ഇന്നിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം നമുക്ക്. നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലുള്ള പഴമാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ല മധുരമുള്ള പഴം കൂടി ആയിരിക്കണം. നല്ല വൃത്തിയിൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ സ്ലൈസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ പഴം സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ സ്ലൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിൽ പറ്റി വെക്കാണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ കിട്ടിയ പഴത്തിന് കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വീണ്ടും ഇളക്കാം. പഴം പൊരിച്ചതിന് കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 6-7 ബദാം എടുത്തിട്ട് അതിനെ മിക്സിയിലൊന്ന് ചെറുതായിട്ട് വിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 2 തവണ വിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ബദാം കിട്ടും. പഴം ചെറുതായി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു പരുവത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പൊരിച്ചതാണിത്. നമ്മുടെ പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.